സ്മോക്കിംഗ് ഇസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ പടത്തിലാരും കുടിച്ചിട്ടുമില്ല, വലിച്ചിട്ടുമില്ല. രാജ്യം 1971 ശേഷം ആദ്യത്തെ മോക്ക് ഡ്രിൽ നടത്താൻ പോവുകയാണ്. എയർ റെയ്ഡ് വാർണിംഗ് സൈറണുകൾ മുഴങ്ങും. 259 ജില്ലകളിലും നാളെ മുഴങ്ങും. നിക്ക് അതിനിവിടെ എന്ത് പ്രസക്തി? ഇവിടെ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ പ്രസക്തി ഉണ്ട്. ഹലോ ഹലോ റോഷ, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. നീ ഒന്ന് വണ്ടമല്ലിലേക്ക് വരുമോ? വരാലോ. എന്താ കാര്യം? വന്നിട്ട് പറയാം. നീ വാ. ഓക്കെ. അറിയോ എങ്ങോട്ടാ? ഞാൻ എന്റെ സ്നേഹമോളെ കാണാൻ പോവാ. എടാ, ഇതിന് ബ്രേക്ക് ഒന്നും ഇല്ലടാ. സാരില്ല, എനിക്കിനിയേ ബ്രേക്ക് വേണ്ട. എന്താ നീ പറയണമെന്ന് പറഞ്ഞെന്താ? റോഷ, നീ പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചു. ഐ തിങ്ക് ഐ എം ഫോളോയിങ് ഫോർ യു. റോഷ 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 സ്വപ്നം കലക്കി തെണ്ടി. നിന്നെ ഞാനിത് കൊല്ലോടാ. എടാ, ഒരൊറ്റ വാക്കിനായിരുന്നോടാ ഞാൻ കാത്തിരുന്നു. ഒരു 30 സെക്കൻഡ് നിനക്ക് എനിക്ക് തന്നോടായിരുന്നോടാ. 30 സെക്കൻഡ് വൺ സൈഡ് പ്രേമ സ്വപ്നം മാങ്ങാത്തൊലി മിസൈല് പൊട്ടി ചാകണ്ടെങ്കിൽ ഇറങ്ങി ഓടാ. മിസൈലോ? എടാ കൊച്ചേർക്ക് അത് ഇതെന്തോ പറയുന്നേ? സൈറൻ കേൾക്കുന്നില്ലടാ, സൈറൻ. അതെന്റെ സൈറനാണോ? യുദ്ധം നടക്കാൻ പോടാ. യുദ്ധമോ? ഇന്ത്യ പാകിസ്ഥാന് ചൈന എല്ലാം കൂടെ മിസൈൽ വിട്ട് കളിക്കോ? അങ്ങനെ പറയണ. നിനക്കൊരു കാര്യം അറിയണം, എന്റെ സ്നേഹമോൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അവളോടുള്ള എന്റെ സ്നേഹം ഞാൻ ഇതുവരെ പറഞ്ഞിട്ട് പോലും. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇന്നുകൂടെ ഒരു സ്വപ്നം കണ്ടതേ ഉള്ളൂ. അത് ജസ്റ്റ് മിസ്സിന് പോയി. നീ കാരണം അത് നീ മറക്കരുത്. നടക്കത്തില്ലടോ. നിന്റെ അവൾക്കെന്താ പറ്റിയേ? എടാ, ഈ അവസാന നിമിഷം നീ ചെന്ന് കാര്യം നിന്നെ കൊണ്ട് പറ്റും. മണ്ടം വിശ്വസിച്ചോ? എടാ, അവനിതുവരെ കണ്ടില്ലല്ലോ. ആരെയാടാ? എടാ, നമ്മുടെ റോഷനെ. അവനെ ആയാലും തട്ടിക്കൊണ്ട് പോയി കാണും. തട്ടിക്കൊണ്ട് പോയാണെ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചുകൊണ്ട് വെച്ചോളൂ.
എടാ എന്നാലും ഇത്ര നേരമായില്ലേ പോയിട്ട്? അവൻ വന്നോളൂടെ, കുഴപ്പമൊന്നുമില്ല. ശ്ശേ. ആരെന്താ? നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ല എന്താന്ന്? എന്ത് പറ്റിയടാ? എന്ത് പറ്റിയത്? ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ഞാൻ നേരെ പോകാൻ മണിച്ചാട്ടം പട്ടിയുടെ വയലോട്ടാ. ആ നായിന്റെ പോലാണ് എന്നെ 1 കിലോമീറ്റർ ഓടിച്ചത്. ചെന്ന് ചാടിയതാ എസ്റ്റേറ്റ് കുളത്തിൽ. മണ്ണാരെല്ലാം കൂടെ അവിടുന്ന് കിട്ടിയ സാധനം. അവിടുന്ന് ഉരുകുത്തി വലിച്ചു കയറിയപ്പോഴാണ് മനസ്സിലായത് യുദ്ധം ഇല്ല, ഒരു പിണ്ണാക്കും ഇല്ല, മിസൈലും ഇല്ല, ഒരു കുഴപ്പമില്ല. അടിച്ചതാണ് മോക്ഡ്രില്ലിന്റെ സൈറനും. ഇത് പ്രാങ്കും കോപ്പൊന്നുമല്ല. ഇങ്ങനെങ്കിലും പോയി നീ അവളോട് ഇഷ്ടം പറയട്ടെ എന്ന് ഓർത്ത് ചെയ്താ. നീ രാവിലെ ഇതൊന്നും അല്ലായിരുന്നല്ലോ. 30 സെക്കൻഡ് ഇതാ 30 സെക്കൻഡ് ആണെന്നും പറഞ്ഞു നീ. എടാ സ്വപ്നം കണ്ട് നടക്കാതെ പോയി അവളോട് നിന്റെ ഇഷ്ടം പറയടാ, ഇല്ലേ? ആടാ ഞാൻ പറയൂടാ, ഞാൻ എന്നാണല്ലോ പറഞ്ഞിരിക്കും. നീ കോപ്പ് പറയും, അതിനുള്ള ധൈര്യം കൊണ്ടാടാ. കൊണ്ടടാ, അതിനുള്ള ധൈര്യമൊക്കെ ഇരിക്കട്ടെ, ഞാൻ എന്നാണല്ലോ പറഞ്ഞിരിക്കും. അപ്പൊ അവളുടെ അപ്പം നിന്നെ പൊക്കിയാലോ? അപ്പം പൊക്കിയ എടാ അവളുടെ അപ്പനെ നിനക്കറിയാലോ, തോട്ടത്തിൽ ആന കയറി ആനനെ പേടിപ്പിക്കാൻ പുള്ളിയുടെ ഫോട്ടോയാ പുള്ളി വെച്ചിരിക്കുന്നത്. എടാ പുള്ളിയുടെ നീ കഴിക്കില്ല, നീ തീർന്നു പോകും മോനെ, തീർന്നു പോകും. അങ്ങനെ നമുക്ക് നോക്കാം, വഴി ഉണ്ടാക്കാലോ. റോഷ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയം ലഫ്റ്റനന്റ് കേണൽ രാമകൃഷ്ണൻ ഉണ്ണി. ആരാടാ അത്? എടാ എന്റെ അപ്പൂപ്പൻ. പുള്ളിക്ക് ചീറിപ്പായുന്ന മിസൈലുകൾക്കിടയിലൂടെ പാകിസ്ഥാൻ ടെറിട്ടറിയിൽ പോയി ഒരു പെണ്ണിനെ പ്രേമിക്കാമെങ്കിൽ നിനക്കും പറ്റും. എന്താ പറ്റില്ലേ? ആഹാ, എന്നാലേ ഇന്ന് ഞാൻ പറയും. അവളുടെ വീട്ടിൽ പോയി അവളുടെ വീട്ടിൽ കയറി ഞാൻ പറയും. ആഹാ, ഞാൻ മാത്രമല്ല നിങ്ങളും ഉണ്ട്. ഞങ്ങളാ? കുളിച്ചിട്ട് പോടാ, വന്ന് കുളിപ്പിക്കണം. എടാ പോലീസ് വല്ലതും പിടിക്കോടാ? എടാ പിടിക്കത്തില്ലടാ, നീ പേടിക്കണ്ട. അതെന്നാ ഇതിന് ബ്രേക്കില്ലല്ലോ. എടാ അത് ആ ലെഫ്റ്റ് തോന്നുട്ടോ, നമുക്ക് പോകണ്ടേ? അതോ ഇനി പുറകിലുള്ളവരുണ്ട്, ആ വഴിക്ക് എങ്ങനെയോ. നീ ഒന്ന് ബ്രേക്ക് പിടിച്ചേ. എവിടെ ഇതൊക്കെ? ഇതിന് ബ്രേക്ക് ഒന്നുമില്ല. അവിടെ എവിടെ? വണ്ടിക്ക് വെട്ടമില്ലാത്ത ഭാരമായി. അതിനാ ആരും കാണത്തില്ലല്ലോ. ഇതാണോടാ വീട്? ഉടൻ തന്നെ ലൈറ്റ് നീ ധൈര്യമായിട്ട് ചെല്ലടാ, ആരെയും പേടിക്കണ്ട. ഞാൻ നിങ്ങൾ വരുന്നില്ലേ? റോജ വേഗം കേറി പോടാ. ഓക്കെ, സൂക്ഷിച്ചു പോണേ. ഇവിടെ ആരും ഇല്ലല്ലോ. കണ്ടിട്ട് കൊതിയാവുക. എടാ ഇത് കോളിയും ബെല്ലടിക്കാൻ പോകുന്നു, ചെന്ന് പിടി. മണ്ണക്കൊണാപ്പി അണ്ണാക്കി പോകാതെ ഇതിലേ നിർത്തും. ആ വഴി പോലെ. ആ ഓക്കെ. മേളിലോട്ട് കയറിയ നിനക്ക് അവളുടെ മുറി കമ്പി കിട്ടുവാണ്, പൂട്ട് പൊളിക്കുക. ആ കാണുന്നതാണ് അവളുടെ മുറി. നിനക്ക് അങ്ങനെ നമ്മളൊരു കൃത്യത്തിനൊക്കെ ഇറങ്ങുമ്പോഴേ അതിൻ്റെതായ പ്ലാനിങ് ഒക്കെ വേണ്ടേ? പിന്നെ തവള മറതവള തവള വേണ്ടേ? അല്ല കമ്പ് വേണ്ടേ? നീ നോക്കിക്കാതെ കേരള. ഇതോ കേറല്ലേ? എടാ കേറിക്കോ. ഇത് ഞാൻ കേറല്ലേ? യെസ്, വാട്ട് എ ബ്യൂട്ടി. ഇതൊക്കെ ഇതിൽ കുഴിച്ചു വെച്ചോണ്ട് കൊണ്ടാ നോക്കുന്നേ. എടാ എന്നടാ? എടാ നീ ആരെ നോക്കി നിൽക്കോ? എടാ കേറി പോടാ പേടിച്ചൂറി. ഈശ്വര, ഇവൻ എന്നടാ കളിക്കുന്നു. ഞാനിങ്ങനെ തിരിച്ചിറക്കും. എടാ ഞങ്ങളകത്തൂടെ വരാം. വേഗം കേറുന്ന ഇതൊക്കെ നമ്മളെ പെടുത്തു. മുട്ടയ്ക്ക് പറ്റിയ ചന്തുള്ള എണി വെച്ചോണ്ട് ഇവർക്ക് ഇവിടെ. എടാ നമുക്ക് അകത്തൂടെ പോവാം, എന്നിട്ട് അകത്തേക്ക് തുറന്നു കൊടുക്കാം. യെസ്, ദാറ്റ്സ് എ ബ്രില്യന്റ് ഐഡിയ. ഗുജറാത്തിലെ ഭുജിൽ രണ്ടിടങ്ങളിൽ ബ്ലാക്കൌട്ട് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ജനങ്ങളോട് വളരെയധികം ജാഗ്രത പുലർത്താൻ വ്യക്തമാക്കി. പറഞ്ഞാലും നമ്മളെങ്ങനെ അകത്ത് കയറും? അതിനെപ്പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നു. മൂഞ്ചി ഐഡിയ നമുക്ക് ആലോചിക്കാം. എങ്ങനെ ഇനി കേറുവോ? കോപ്പ് ഒച്ച ഉണ്ടാക്കില്ലേ, ഒച്ച ഉണ്ടാക്കില്ലേ. സക്സസ്. എടാ
പുലി എരയെ പിടിക്കാൻ പോകുന്ന കണ്ടിട്ടില്ലേ? ഇല്ല. ഇവിടെ മുന്നത്തെ കാല് ഫ്രണ്ടില്, അതേ സ്ഥാനത്ത് ബാക്കത്തെ കാലും ഫ്രണ്ടില്. ഓക്കെ, മുന്നത്തെ കാല് ഫ്രണ്ടില്, ബാക്കത്തെ കാല് ഫ്രണ്ടില്. ഇവൻ എന്നെ ചവിട്ടി കൊല്ലും. എങ്ങനെ ലൂക്കുന്നു? വാടാ. മുന്നത്തെ കാല് ഫ്രണ്ടില്, പുറത്തെ കാല് മുന്നില്. മുന്നത്തെ കാല് ഫ്രണ്ടില്, പുറത്തെ കാല് മുന്നില്. മുന്നത്തെ കാല് ഫ്രണ്ടില്, പുറത്തെ കാല്. ഒരുമില്ല. മുന്നത്തെ കാല് ഫ്രണ്ടില്, പുറത്തെ കാല്. അയ്യോ, മുന്നത്തെ കാല് ഫ്രണ്ടില്, പുറത്തെ കാല്. മുന്നത്തെ കാല് ഫ്രണ്ടില്, പുറത്തെ കാല് മുന്നില്. മുന്നത്തെ കാല്. ഇങ്ങോട്ട് മാത്രം ടെൻഷൻ അതിർത്തിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് വേണം പറയാൻ. പാകിസ്ഥാന്റെ എല്ലാ പ്രകോപനങ്ങൾക്കും കൃത്യമായ മറുപടി എനിക്കറിയത്തില്ല, ഞാൻ പോവാ. നിനക്കായി തുടിക്കുന്ന എന്റെ ഹൃദയം നിനക്ക് കാണണോ? ഇവനേതാ? പിന്നെ സോറി. ഇറ്റ്സ് ഓക്കെ ബ്രോ. നല്ല പെയിനല്ലേ? വല്ല സുനാമിയാണോ? എനിക്കറിഞ്ഞൂടാ. ഹലോ, ഞാനിവിടെ എന്തിലോ ചവിട്ടി ഇവിടെ മൊത്തം ചുമര വെട്ടോ സാറിന് നോക്കിയാ. നീ എവിടെ? വേം വാ, ഞാൻ താഴെ കാണും. നിന്റെയൊക്കെ ശല്യക്കാരന്റെ പപ്പ വെച്ച സൗണ്ടിലാമാ. പപ്പ എന്തോ കാര്യം. ദൈവമേ, മുട്ട. എന്റെ വീട്ടിൽ കയറാറായടാ പെരിച്ചാഴികളെ. ഇതിന്റെ തലയിലുണ്ടോ? അവിടെ സ്ഥലമുണ്ടോ? എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഒന്നുമില്ല, എത്ര സ്വപ്നങ്ങൾ ഞാൻ കണ്ടതാ. ആർക്കും കാണത്തില്ല. ആരടി ഇവിടെ? നീ അവളെ കണ്ടായിരുന്നോ? റോഷൻ എന്തിയാ? ആരടാ നീ? ഞാനോ? പോണവരെന്താ? എന്താണ് അവിടെ നടക്കുന്നത്? ദൈവം, ഇവിടെയുള്ളവന്മാരെല്ലാം ഭ്രാന്തന്മാര്. എന്നെ കൊലക്കി കൊടുത്തിട്ട് മുങ്ങിയല്ലേ തെണ്ടികള്. അമ്മേ,
റോഷൻ പോയടാ. അവനെ മൊട്ട കൊന്നടാ. നാളെ അവനെ പത്രത്തിൽ കാണാം. അയ്യോ.